ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയം വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ അംഗസംഖ്യയിൽ നിന്ന് പേരുവെട്ടാൻ സ്പീക്കർക്ക് കത്ത് നൽകി നടപ്പാക്കുകയും ചെയ്തു. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു, പുല്ലുവില കൽപ്പിച്ചു. നിയമസഭയിൽ ആദ്യ ദിനം ചരമോപചാരം മാത്രമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്ന അഭ്യൂഹം രാവിലെ മുതലേ ശക്തമായിരുന്നു. രാവിലെ 9 മണിക്ക് സഭ സമ്മേളിക്കുമ്പോൾ രാഹുൽ എത്തിയിരുന്നില്ല. പ്രതിപക്ഷ നിരയിൽ ആശ്വാസമായിരുന്നു. പ്രതിപക്ഷത്തെ അടിക്കാൻ ആയുധം കിട്ടില്ലേ എന്ന നിരാശ ഭരണപക്ഷത്തുണ്ടായി കാണണം. സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കെ രാവിലെ 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ കവാടത്തിലെത്തി. ഒപ്പം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കുള്ളിലെത്തി. സഭയ്ക്കുള്ളിൽ രാഹുൽ എത്തിയപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് പ്രതിഷേധമുണ്ടായില്ല. പ്രതിപക്ഷ നിര അമ്പരന്നു. പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിൽ പ്രത്യേക ബ്ലോക്കായി രാഹുൽ ഇരുന്നു. 1 മണിക്കൂറിലധികം ഇരുന്ന ശേഷം രാഹുൽ സഭ വിട്ടിറങ്ങി. സഭയിൽ ഇരിക്കുന്ന സമയം പ്രതിപക്ഷ നിരയിൽ ആരുമായും സംസാരിച്ചിരുന്നില്ല. നിയമസഭയ്ക്ക് അകത്തുകൂടി MLA ഹോസ്റ്റലിലേക്ക് പോകാൻ വഴിയുണ്ടായിരുന്നിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ തന്നെ രാഹുൽ നിയമസഭയ്ക്ക് പുറത്തേക്കെത്തി. മാധ്യമങ്ങളും പിന്നാലെ. MLA ഹോസ്റ്റലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ SFIക്കാർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പ്രതിഷേധിക്കാൻ SFIക്കാർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് മുന്നിലൂടെ MLA ഹോസ്റ്റലിന് പുറത്തെത്തി. പ്രതിഷേധവും ഏറ്റുവാങ്ങി. തുടർന്ന് നിയമസഭയ്ക്ക് മുന്നിലെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പാർട്ടി നേതൃത്വത്തിനും ഭരണപക്ഷത്തിനും മുന്നിൽ തന്റെ നയം വ്യക്തമാക്കി. സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ്. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്. നിയമസഭയിലേക്ക് ഒരു റീ എൻട്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ രാഹുൽ നിയമസഭയിലേക്ക് വീണ്ടും എത്തുമ്പോൾ, നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നതിന് വലിയ പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന ഘട്ടത്തിൽ രാഹുൽ എത്തുമ്പോൾ അതിന് കോൺഗ്രസിൽ നിന്ന് പിന്തുണയുണ്ടോ? പ്രതിപക്ഷ വി.ഡി. സതീശന്റെ നിലപാടിനെ തള്ളിയാണോ വെല്ലുവിളിച്ചാണോ രാഹുൽ സഭയിലേക്ക് എത്തിയത് എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അതിനൊപ്പം തന്നെ ശനിയാഴ്ച രാഹുൽ പാലക്കാട്ടേക്ക് പോകുന്നു. അവിടെ കോൺഗ്രസ് രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുമോ? രാഹുൽ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുകയാണോ? അതിന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കും. ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, മാധ്യമപ്രവർത്തനം, ഒപ്പം ശ്രീ റെജി ലൂക്കോസ്, CPM സഹയാത്രികൻ നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ശ്രീ N. ശ്രീകുമാർ, വി.ഡി. സതീശനെ, പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ടാണോ രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്തിയത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾക്ക് ശേഷം നിയമസഭയിലേക്ക് എത്തുകയാണ്. വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കാര്യമായി ഉണ്ടായില്ല. ഇന്ന് എണ്ണി നോക്കിയാൽ 3ാമത്തെ പ്രതികരണമാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെ രാജി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കാണുന്നു. പിന്നാലെ ഈ പുറത്തുവന്ന ഓഡിയോ സന്ദേശമല്ല, മറ്റൊരു വിഷയത്തിലെ ആരോപണത്തിൽ മറ്റൊരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ശേഷം വീട്ടിലായിരുന്നു. കോൺഗ്രസ് കടുത്ത നടപടി എടുത്തു എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നു. ഇന്നിപ്പോൾ സഭയിലേക്ക് വന്നു. സഭയിലേക്ക് വന്നതിൽ അസ്വാഭാവികതയുണ്ടോ? അതൊരു ജനപ്രതിയുടെ ധർമ്മമല്ലേ? കോൺഗ്രസിന്റെ പിന്തുണ, കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുലിന് ലഭിക്കുന്നു. രാഹുൽ വീണ്ടും സജീവമാകുന്നു എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച നിലപാടുകൾക്ക് 1% പോലും വില കൽപ്പിക്കാതെ കൊണ്ട് അദ്ദേഹം വി.ഡി. സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. രണ്ടാമതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിനോട് മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, ആ പുറത്തു വന്ന ഓഡിയോ താങ്കളുടേതാണോ അല്ലയോ, അല്ലെങ്കിൽ അല്ല എന്നും ആണെങ്കിൽ ആണെന്നും പറയാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ വണ്ടിയെ കയറി പോയ ആൾ ഈ രാഹുൽ മാങ്കൂട്ടം താൻ ആ ഓഡിയോയുടെ യഥാർത്ഥത്തിൽ അത് വസ്തുതയാണെന്നും തന്റേതാണെന്നും അദ്ദേഹം 2ാം വട്ടം തെളിയിക്കുക. ആദ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മൗനം, ഇപ്പോഴും മൗനത്തിലൂടെ മറുപടി പറയാണ്ട് പോയാൽ നിന്നാ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ആരോപണവിധേയനായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA താൻ സ്ത്രീകളെ പീഡിപ്പിച്ചെന്നും ക്രൂരമായി വേട്ടയാടിയെന്നും അബോർഷൻ നടത്താനായിട്ട് മരുന്നുകൾ കൊടുത്തുവെന്നും ആ മരുന്നിന്റെ ഫലമായി ട്രോമയിലായ ഒരു പെൺകുട്ടി 4ാമത്തെ മാസം തന്നെ ഗർഭം അലസിപ്പിച്ചതിന്റെ പേരിൽ തൊഴിൽ പോലും നഷ്ടപ്പെട്ട് വീടിനുള്ളിൽ നരയാതന അനുഭവിക്കുന്ന ആ പെൺകുട്ടിയുടെ അതിനെ ആ രീതിയിലേക്ക് തള്ളിവിട്ടത് ഈ മനുഷ്യനാണെന്നുള്ളത് ഇദ്ദേഹം ഇന്ന് പരസ്യമായിട്ട് ലോകത്തോട്, കേരളത്തിനോട് സമ്മതിച്ചൊരു ദിവസമായിരുന്നു. അത് നിശ്ചയമായിട്ടും അയാൾക്കെതിരെ എടുത്ത നടപടി, അയാളെ സസ്പെൻഡ് ചെയ്തു. അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം അയാളെ സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹം
ഇന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ അംഗമല്ല, അന്ന് പാർലമെന്റ് പാർട്ടി മെമ്പറല്ല എന്നും പിന്നെ പ്രതിപക്ഷ നേതാവ് സ്പീക്കറിന്റെ അടുത്ത് കൊടുത്തപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ച ധിക്കാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിന്നിൽ കുറെ കോൺഗ്രസ്സുകാരുണ്ട്. KPCC പ്രസിഡന്റ് പിന്നെ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ പ്രതിപക്ഷ പിന്നെ ഏകോപന സമിതി ചെയർമാൻ അടൂർ പ്രകാശിനെ പോലുള്ളവര്, KM മുരളീധരനെ പോലുള്ളവരൊക്കെ ഈ മനുഷ്യന്റെ പിന്നിലുണ്ട്. ഇത് കേരളത്തിൽ നൽകുന്ന ഒരു സന്ദേശം രതീഷ് വളരെ അപകടകരമായ സന്ദേശമാണ്. ഇദ്ദേഹം തന്നെ താൻ കുറ്റവാളിയാണെന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ സമ്മതിക്കേണ്ട സാഹചര്യം. ശ്രീ എൻ ശ്രീകുമാർ കേൾക്കാമെങ്കിൽ, ശ്രീ എൻ ശ്രീകുമാർ, അങ്ങ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണല്ലോ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന നടപടി ഉണ്ടാകുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ കടുത്ത നടപടി ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ശ്രീ എൻ ശ്രീകുമാർ. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാ. സാങ്കേതിക പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് അക്കാര്യത്തിലുള്ള കോൺഗ്രസ് നിരീക്ഷകരുടെയും സഹയാത്രികരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ പ്രതികരണം വളരെ പ്രധാനമാണല്ലോ ശ്രീ റെജി ലൂക്കോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ആ ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ സഭയിൽ വന്നു. അതിനുശേഷം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിനുണ്ടാകുന്നു. നിയമസഭയിലെ ഉദ്യോഗസ്ഥൻ ഒരു കടലാസ് കൊണ്ട് കൊടുക്കുന്നു, എന്തോ മറുപടി തിരികെ എഴുതി കൊടുക്കുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. ഒരു റീ എൻട്രിക്കുള്ള സാധ്യത തേടലാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ? മാത്രമല്ല രണ്ടാമതൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയാണ്. സഭാ സമ്മേളനം നടക്കുമ്പോൾ സഭയോട് ഒരു അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ അത് ചെറുതും വലുതുമായ ചോദ്യങ്ങളിലൂടെ എഴുതിക്കൊടുത്തും അല്ലാതെയും ഒക്കെ ഉന്നയിക്കുന്നതിൽ ഒരു സഭാംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പോൾ സഭാംഗമായി തുടരുമ്പോൾ സ്വാഭാവിക നീതിയല്ലേ അദ്ദേഹം സഭയിലേക്ക് വരിക എന്നത്? ഇല്ല രതീഷ്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. തന്നെ തെരഞ്ഞെടുത്ത പൊതുസമൂഹത്തിനോട്, പൊതുജനങ്ങളോട്, വോട്ടർമാരോടും അദ്ദേഹം നീതി പുലർത്തില്ല എന്ന് മാത്രമല്ല, ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിൽ താൻ എന്താ പറയുക ആ രീതിയിലുള്ള ഒരു ഇമേജ് പടർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളവരും ഇവിടെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശ തന്നെ പറഞ്ഞു. അവരെന്താ പറഞ്ഞ ഇയാളുടെ പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് ഭയമാന്ന് പറഞ്ഞു. ഉമാ തോമസ് MLA പറഞ്ഞു, കുറച്ചുകൂടി കടത്തി പറഞ്ഞു, ഇയാളെ MLA സാറിന് രാജിവെപ്പിക്കണം, ഇയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് അവരുടെ ഘടകകക്ഷി MLA KK രമ പറഞ്ഞത്. കൂടാതെ വനിതാ നേതാക്കളെ എല്ലാവരും ഇയാൾക്ക് രംഗത്ത് വന്നത്. അതിലുപരിയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ എടുത്ത കർശനമായ നിലപാട്, ആ കർശനമായ നിലപാടിനെ UDFന്റെ ചെയർമാൻ എന്ന നിലയ്ക്കും പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായ VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിലപാടിനെ ധിക്കരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് നിയമസഭയിൽ കയറിയത് നമ്മുടെ നിയമസഭയിലെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇദ്ദേഹം പറഞ്ഞു വേറൊരു വാക്ക് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കോടതി തീരുമാനിക്കട്ടെ, കോടതിയാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതിന് മുമ്പിൽ ഇത് എന്ത് വാദഗതിയാണ് ഉയർത്തുന്നത്? കാര്യത്തിൽ മുൻപും സമാനമായ ഒട്ടേറെ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പോൾ നിയമസഭാംഗമായ M മുകേഷ്, അദ്ദേഹത്തോട് ഈ പീഡനക്കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? അദ്ദേഹം പറഞ്ഞു അതൊക്കെ നിയമപരമായി പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ സമാനമായ ഒട്ടേറെ മറുപടികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ എല്ലാ വിഷയങ്ങളും ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെ വെച്ച് അതിന് മറുപടിയാണിത് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയല്ല. പക്ഷേ അത്തരം മറുപടികളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നിയമപരമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടെങ്കിൽ അത് നേരിടാമെന്നൊക്കെ പറയുന്നത് ഒരു കേസിൽപ്പെട്ടയാളെ, ആരോപണത്തിൽപ്പെട്ടയാളെ അയാളുടെ ഒരു സ്വാഭാവികമായ ദുർബലമായ പ്രതിരോധമായി മാത്രം കണ്ടാലും മതിയല്ലോ. പക്ഷെ അദ്ദേഹം സഭയിൽ പങ്കെടുക്കുന്നത് അതത്രോളം യുക്തിസഹമാണ്? അത് ആ പാർട്ടിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അതിനെ വെല്ലുവിളിക്കുന്നതാണോ? അതിനെ മറികടക്കുന്നതാണോ? ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ സതീശിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഇപ്പോൾ രാഹുലിനെ സഭയിലേക്ക് എത്തിച്ചത് എന്താണോ അങ്ങയുടെ ഒരു തോന്നൽ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. VD സതീശനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പേരെ ഞാൻ പറഞ്ഞു. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി. ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ NM വിജയന്റെ ഭർത്താവിന്റെ മകന്റെ ഭാര്യ പത്മജയുമായിട്ട് സംസാരിച്ച ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ഇതില്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കാരണവശാലും സണ്ണി ജോസഫിനെ വിശ്വസിക്കരുതെന്ന്. അപ്പൊ അതിന് നമ്മളെന്താ മനസ്സിലാക്കുന്നത്? അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാർട്ടിയിൽ VD സതീശനും ഇതുപോലെയുള്ള അവരുടെ നേതാക്കന്മാർക്കെതിരെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷം രണ്ടായി മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. VD സതീശന്റെ ഉറച്ച വാക്കുകൾ നമുക്കൊക്കെ അറിയാം. VD സതീശന്റെ വാക്കുകൾ അത് ഇന്നലെ എന്താ പറഞ്ഞത്? നിലപാടിൽ മാറ്റമില്ല,
ഞങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്, അതിൽ മാറ്റമില്ല എന്ന് പറയുകയും സ്പീക്കർക്ക് എഴുതി കൊടുക്കുകയും അവിടെ എനിക്കൊരു കൗതുകമുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഇപ്പോൾ ഇടത് സമൂഹ മാധ്യമങ്ങളിലെ പോരാളികളൊക്കെ വിശദീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ ആദ്യം വന്ന പ്രസ്താവനകളിലൊക്കെ ഭരണപക്ഷത്ത് നിന്നുള്ള ആരോപണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലും വളം വെച്ചു കൊടുത്തത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് മുന്നിൽ ഈ പരാതികൾ ഉണ്ടായിരുന്നു. പിതാവിനെ പോലെ കണ്ട പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടു എന്നൊരു പെൺകുട്ടി ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു ഇയാളുടെ മോശം സ്വഭാവത്തെക്കുറിച്ച്. അപ്പോൾ അന്നുന്നം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിയായിരുന്നു. ഇന്ന് സഭയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നു, പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുകയാണോ? അതായത് നിങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തുകയാണോ ഇപ്പോൾ? ഒരിക്കലുമല്ല. കാരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെ മുമ്പിൽ 3.5 വർഷങ്ങൾക്ക് മുമ്പ് റിനി ടോം ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി ഇയാളുടെ ഉപദ്രവിക്കുന്ന വിഷയങ്ങളെല്ലാം പരാതി 3 തവണ കൊടുത്തായിട്ട് അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്ക് വി ഡി സതീശൻ അംഗീകരിച്ചു. ശരിയാണ്, എനിക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഞാൻ മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയാണ്, എന്റെ നിയമസഭയിലെ സൗഹൃദമുള്ള ഒരു കുടുംബാംഗമാണെന്നൊക്കെ പറഞ്ഞു വിശദീകരിച്ച ആ വി ഡി സതീശൻ തന്നെയല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും പാലക്കാട് MLA സ്ഥാനത്തും അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ ഇപ്പോഴും കുറ്റവാളിയുടെ പരിവേഷ് തന്നെ. നരേറ്റീവ് മാറുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ നരേറ്റീവ് എന്തായിരുന്നു? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്പോൺസർ ചെയ്യുന്നത് ഷാഫി പറമ്പിലിനെ രാഹുലിനെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നത് വി ഡി സതീശൻ. അപ്പോൾ വി ഡി സതീശനായിരുന്നു ഉന്നം, ആ നിലയിലായിരുന്നു ആദ്യത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ നരേറ്റീവ്. പക്ഷേ ഇപ്പോൾ ആ നരേറ്റീവ് മാറുകയാണോ? സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ രാഹുൽ സഭയിലേക്ക് വരുന്നു. അത് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. മറ്റൊരു വിഭാഗം ഇപ്പോൾ കോൺഗ്രസിൽ രാഹുലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ നരേറ്റീവ് ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറുകയാണോ? ഇപ്പോൾ വി ഡി സതീശനല്ല ആക്രമണ മുനയിലുള്ളത് എന്നതാണോ? അങ്ങനെയല്ല, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട. കാരണം വെച്ചാൽ ഇത് ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അന്തർചിത്രങ്ങളുടെ പരമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. അതിനെങ്ങനെയാണ് ഞങ്ങളുണ്ടാക്കുന്ന നരേഷൻ കണ്ടുപറഞ്ഞത്? ഞാനൊരു കാര്യം ഞാൻ ചോദിച്ചിട്ട് രതീഷിനോട്, KC വേണുഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ഏതെങ്കിലും ദിവസമായിട്ട് ഈ സണ്ണി ജോസഫിന്റെ നിലപാടിനോ അല്ലെ സതീഷിന്റെ നിലപാടിനോ എതിരായിട്ട് അനുകൂലമായിട്ടോ ഒരക്ഷരമെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? സജീവ ഈ പറയുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ വി ഡി സതീശിന്റെ പിന്തുണയുമായി അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരിയെന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ KC വേണുഗോപാൽ? അപ്പോൾ ഇവര് പ്രതിപക്ഷ വി ഡി സതീശിനെ ടാർഗറ്റ് ചെയ്യുന്നു. അതിന് മുന്നിൽ നിൽക്കുന്ന ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ വി ഡി സതീശന്റെ കൈകളാൽ പരിരക്ഷ നേടി മുന്നിലെത്തി. അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ ഇപ്പോൾ തങ്ങളുടെ നിലപാടുകളിൽ അംഗീകരിക്കാതെ വന്ന വി ഡി സതീശനെ അവര് മൂലക്കിരുത്തുന്നു. അത് ഞങ്ങളുമായിട്ട് എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണ്? വി ഡി സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. വി ഡി സതീശനെ പിന്തുണയ്ക്കാനായിട്ട് ഒരാൾ പോലുമില്ല. ഈ പെൺവാണിഭക്കാരനെ ഈ പെൺപിടുത്തക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ഉന്നം വെക്കുന്നത് വി ഡി സതീശനെ തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും ഇനി പാലക്കാട് ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് കേരളത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെങ്കിലും ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം അയാൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നപ്പോൾ തന്റെ ശബ്ദമാണെന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ ആരെങ്കിലും ഇയാളെ അവിശ്വസിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവര് പോലും വിശ്വസിക്കുന്നു ഇയാൾ തന്നെയാണ് ആ കൊടും കുറ്റവാളി എന്നുള്ളവരും. അപ്പൊ പൊളിറ്റിക്സിൽ എല്ലാവരും ചവിട്ടി മതിച്ച് മുന്നോട്ട് പോയി ഒരു ഏകാധിപതിയെ പോലെ നിന്ന വി ഡി സതീശൻ ഇന്ന് ദയനീയമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു. ശരി, ശ്രീ എൻ ശ്രീകുമാറുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ കൂടി വേണമല്ലോ. നേരത്തെ അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, ഒന്നാമത്തെ പ്രശ്നം, പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ വെല്ലുവിളിച്ചാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലേക്ക് എത്തിയത്? നേരത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുലിനെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നത് എന്നതായിരുന്നു ഇടത് ഹാൻഡിലുകളിലേക്ക് വലിയ പ്രചാരണം, അത്തരം ആരോപണങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഇരയുടെ സ്വഭാവത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ദുർബലപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാൻ മറ്റൊരു വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നു. ആ നിലയിലേക്ക് ആ നരേറ്റീവ് മാറുന്നുണ്ടോ? നോക്കൂ, പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുക എന്ന് വെച്ചാൽ എന്തർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് എന്താണ് ബന്ധം? അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞാൽ ധിക്കരിക്കേണ്ട കാര്യം ഇരിക്കണം. അദ്ദേഹം സ്വതന്ത്ര കക്ഷിരഹിത MLA ആണ്. അദ്ദേഹത്തിന് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മള് ഈ ഒരു വിഭാഗം മാധ്യമ സുഹൃത്തുക്കളെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്തുക. അതിന്റെ കുഴപ്പമാണത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ ഇല്ല എന്നും അദ്ദേഹം സസ്പെൻഷനിലാണെന്നും അദ്ദേഹം പാർട്ടിയുടെ വേദിയിൽ ഇല്ലെന്നും മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണത്. നേരെ മറ്റത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനെ ധിക്കരിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വി ഡി സതീശൻ എന്തെങ്കിലും വിപ്പ് കൊടുത്തിട്ടില്ല ധിക്കരിക്കാൻ. വരണോന്നോ വരണ്ടാന്നോ പറഞ്ഞിട്ടില്ല. അതിനുള്ള അധികാരമില്ല. കാരണം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയല്ലേ. പക്ഷേ
വി ഡി സതീശനെ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് എന്തൊരു വാർത്താ റിപ്പോർട്ടിംഗ് ആണ്? വി ഡി സതീശനെ ധിക്കരിച്ചു. സതീശൻ പറഞ്ഞോ വരാൻ പാടില്ലാന്ന്? പാർട്ടിയിലില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിക്കാരനായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. നല്ല രസമുണ്ടോ എന്തായാലും? അങ്ങ് പറയുന്ന ആ ഭാഗം അംഗീകരിക്കുമ്പോഴും ഒരു സംശയമുള്ളത്, ഇപ്പോൾ രാഹുൽ സ്വതന്ത്ര അംഗം എന്ന നിലയിൽ ഇന്ന് സഭയിലേക്ക് വരുന്നു. സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു വി ഡി സതീശൻ എന്ന നിലയിലാണ് നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ. അതേസമയം സഭയിലെത്തിയതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു കുറിപ്പ് രാഹുലിന് ലഭിക്കുന്നു. അതിനെന്തോ മറുപടി നൽകുന്നു. പിന്നാലെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ രാഹുൽ ഇന്ന് ദീർഘകാലത്തിന് ശേഷം, കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയില്ലെങ്കിലും മാധ്യമങ്ങളെ കാണാൻ ഉള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നതുമൊക്കെ കണ്ടതാണ്. ഒരു റീ എൻട്രിക്കുള്ള സാധ്യത കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുങ്ങുന്നുണ്ടോ? അതാണ് പൊതുസമൂഹത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു സംശയവും ചോദ്യവും. അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ നിയമപരമായി കാര്യങ്ങൾ നേരിടുമെന്ന് പറയുന്നു. നിയമപരമായി അത്ര ബലമുള്ള പരാതികൾ രാഹുലിനെതിരെ വന്നിട്ടുമില്ല. ആ സാഹചര്യത്തിൽ ഒരു റീ എൻട്രി സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസിൽ ഒരു വിഭാഗമെങ്കിലും? അല്ല, അതൊരു വിഭാഗമല്ലല്ലോ, അത് കോൺഗ്രസ് മൊത്തത്തിൽ ആഗ്രഹിക്കും. കാരണം എന്താ വെച്ചാല് അദ്ദേഹം തെറ്റുകാരനാണെന്ന് ആണോ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലേന്ന് തെളിയിക്കേണ്ടത് നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനം അദ്ദേഹത്തെ തെറ്റുകാരനല്ലെന്ന് കണ്ടാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം. അത് കോൺഗ്രസിന്റെ എത്രയോ മുൻ നേതാക്കൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എത്രയോ മുൻ നേതാക്കൾ കോൺഗ്രസ് തിരിച്ചു വന്ന് ഇപ്പോഴും സ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട്. അത് വേറെ വിഷയമാണ്, ഇത് വേറെ. ഇപ്പൊ അദ്ദേഹം കോൺഗ്രസിലെ സസ്പെൻഷനിലാണ്. അദ്ദേഹം പാർട്ടി വേദികളിലില്ല. അദ്ദേഹത്തിന് കോൺഗ്രസിന് വിപ്പ് കൊടുക്കാനും പറ്റില്ല. വി ഡി സതീശൻ അദ്ദേഹത്തോട് എന്തെങ്കിലും നിർദ്ദേശിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കക്ഷിരഹിത MLA ആണ് ഇപ്പോ. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഒരു MLAക്ക് അവിടെ വരാം. MLAക്ക് വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേ MLA ആണ്. ആ MLA വരുമ്പം ഇപ്പൊ ഇന്ന് SFIക്കാർ റോഡിൽ അദ്ദേഹത്തെ തടഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു പ്രമുഖ യുവജന നേതാവിനെ തടയുമ്പോൾ കിട്ടാവുന്ന പബ്ലിസിറ്റി ആയിരിക്കാം. അത് എന്തിനാണ് അർത്ഥമുള്ള? അദ്ദേഹം MLA ആണ്. അദ്ദേഹത്തിന് MLAക്ക് എവിടെ പൊക്കൂടെ? നേരെ മറിച്ച് ശരിയാണ്, അത് സ്വാഭാവികമായ ഒരു പ്രതിഷേധം, ഇപ്പോൾ എതിർഭാഗത്തുള്ള സ്വാഭാവികമായ പ്രതിഷേധമായി കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതിന് വലിയ ഗൗരവം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ മറ്റു പല MLA-മാർക്കും ഭരണപക്ഷത്തെ MLA-ക്ക് ഉൾപ്പെടെ കൊല്ലം അംഗത്തിന് എതിരെ ഉൾപ്പെടെ സമാനമായ കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേസില്ല, പക്ഷേ ഇനി പരാതി വരുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ പൊതുസമൂഹം സംബന്ധിച്ച് കോൺഗ്രസ് മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നടപടി അല്പം ലഘുവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയമാണ്, ചോദ്യമാണ്. ഇപ്പോൾ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും, തന്റെ മണ്ഡലത്തിലേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളായി പുറത്തു വരുന്നത്. അങ്ങനെ വന്നാൽ അവിടെയും സ്വാഭാവികമായി BJP-യുടെയും CPM-ന്റെയും പ്രതിഷേധമുണ്ടാകും. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഒരു സംരക്ഷണ കവചം രാഹുലിന് ഒരുക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, നിയമസഭയിലേക്ക് എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി ബന്ധമില്ല എന്ന് പറയുമ്പോഴും പാർട്ടി ബന്ധമുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഷനിലായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല എന്നൊന്നും കോൺഗ്രസിലില്ല. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വന്നു എന്നുള്ളത് അത് ശരിക്കും പറയുകയാണെങ്കിൽ പോകാൻ പാടില്ല. പക്ഷെ ചേർന്നതിൽ ഇപ്പോൾ ഇതിന്റെ തെറ്റൊന്നും കാണാൻ പറ്റില്ല. കൂടെ പോയി ഒരു സുഹൃത്ത് കൂടെ പോയി. അദ്ദേഹം നാളെ പാലക്കാട്ട് എത്തുമ്പോൾ SFI CPM-കാരും അതുപോലെ BJP-ക്കാരും എതിർക്കുമായിരിക്കും. ഇതിൽ വിഷയം എന്താ വെച്ചാല്, ഈ പ്രകോപിച്ചാൽ ഇതിന്റെ രാഷ്ട്രീയം മാറിപ്പോകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായ ഒരു വ്യക്തിത്വമാണ്. അല്ലാണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ, പടിയടച്ച് പുറത്താക്കിയിട്ടില്ലല്ലോ. അപ്പൊ സസ്പെൻഷന്റെ ആള് അതേ MLA ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. അദ്ദേഹം അവിടെ പാലക്കാട്ടേക്ക് വരുന്നത് സ്വതന്ത്ര കക്ഷിരഹിത MLA ആയിട്ടാണ് വരുന്നത്. അവിടെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കേരളത്തിലൊരു രാഷ്ട്രീയ സംസ്കാരം അനുസരിച്ച് ചിലപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നിരിക്കും. പക്ഷെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ആരും ഉണ്ടാവില്ല. ഒപ്പം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകും, അവർ കുഴപ്പമില്ല. ഔദ്യോഗികമായിട്ടില്ല, പക്ഷെ അനൗദ്യോഗികമായി അതായത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ, പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ രാഹുലിനെ ഇപ്പോൾ മണ്ഡലത്തിൽ എത്തിയാൽ, പ്രതിഷേധമുണ്ടായാൽ, രാഹുലിന് അവരെ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഇടപെടും. അങ്ങനെ വേണം കരുതാനല്ലേ? അല്ല, അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാളെ പാർട്ടി നടപടി എടുത്ത് പുറത്തേറ്റിരിക്കുന്നു. അങ്ങനെ ഒരാളെ തല്ലാനും കൊല്ലാനും വന്നാൽ നോക്കി നിൽക്കുമോ യൂത്ത് കോൺഗ്രസ്സുകാര്? ഇപ്പൊ തന്നെ നോക്കൂ. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ CPM-ലെ 2 മന്ത്രിമാർക്കും MLA-മാർക്കും വരെ നാളെ തൊട്ട് KSU-കാര് പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങിയ അവസ്ഥ എന്താ? അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കോൺഗ്രസ് നടപടി എടുത്തു. അദ്ദേഹം കോൺഗ്രസിന്റെ ആളല്ല. അതുകൊണ്ട് നിയമസഭയിൽ പേര് MLA ആണ്. പാലക്കാട്ടെ MLA ആണ്. പാലക്കാട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് CPM-ഉം BJP-യും ഒക്കെ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ?
അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കക്ഷിക്കാരായിട്ട് അദ്ദേഹം റൂട്ടിലൊക്കെ ഇവർക്ക് തടയാൻ പറ്റുമോ? ഔദ്യോഗിക MLA ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെട്ടാൽ അത് അവർ പക്ഷേ അവർക്ക് പ്രതിഷേധിക്കാം, കുഴപ്പമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആളെ നാളെ ഒരു KSRTC ബസ്സിൽ വന്നിട്ട് പാലക്കാട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ഇവർക്ക് എടുക്കാൻ പോവില്ല. അത് പൗരാവകാശ പ്രവർത്തനമാണ്. നേരെ മറിച്ച് ഗവൺമെന്റ് അദ്ദേഹത്തെ ക്ഷണിക്കില്ലെന്ന് നമുക്കറിയാമല്ലോ. കാരണം ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. അപ്പൊ അവർ ക്ഷണിക്കില്ല. അത് ക്ഷണിച്ചിട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് BJPക്ക് CPM-ന് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ധാർമ്മികമായിട്ടല്ല, അല്ലാതെ അവകാശമുണ്ട്. കാരണം BJPയുടെ അവിടുത്തെ ഒരു നേതാവിന്റെ ഒരു ആക്ഷേപം ഉണ്ടല്ലോ, സമാനമായ ആക്ഷേപം ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഭാഗത്തൊക്കെ ശരിയാണെന്ന് അവർ വരുത്തുമ്പോഴാണ് ഈ പുരുവാലുണ്ടാകുന്നത്. അവർ സത്യത്തിൽ മണ്ടത്തരമാണ് ഈ CPM-ഉം BJPയും കാണിക്കുന്നത്. അവർ ക്ലീൻ ആണെന്ന് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് സംശയം, നിങ്ങൾ ക്ലീൻ അല്ലല്ലോ എന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് വരുമ്പോ പ്രതിഷേധിക്കാൻ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് സ്വതന്ത്രനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ തടുക്കാൻ പോയാൽ ആ സമയത്ത് ഉണ്ടാകുന്ന ജനവികാരം എങ്ങനെയാണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ശരി, ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി ഇപ്പോൾ കുറെ കൂടി ക്ലാരിറ്റി വരികയാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു, നിയമസഭയിൽ വന്നു, പാലക്കാട്ടേക്ക് പോകാൻ പോകുന്നു. നിയമസഭയിലെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് പിന്തുണയുണ്ട് എന്ന് വരുന്നു. പാലക്കാട്ടേക്ക് എത്തുമ്പോഴും പാർട്ടി അംഗമല്ലെങ്കിലും വേണ്ടി വന്നാൽ ഒപ്പം സഹായത്തിന് പ്രതിരോധത്തിന് ആളുണ്ടാകും എന്ന നിലയിൽ തന്നെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ നിയമപരമായി അത്രമേൽ സ്ട്രോങ് ആയ ഒരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ, അതേസമയം പുറത്തുനിന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട തന്റേതല്ല എന്ന് രാഹുൽ പറയാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? ഒറ്റ ചോദ്യമുള്ളൂ രതീഷ്, ഇയാള് തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് ഇയാളെ പുറത്താക്കിയത്? എന്തിനാണ് ഇയാളെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? എന്തിനാണ് ഇയാളെ പിന്നെ സസ്പെൻഷന്റെ ഡേറ്റ് പോലും പറയാതെ കണ്ട് പിന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് പ്രതിപക്ഷ കത്ത് കൊടുത്തത്? അപ്പൊ ഇയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം നടപടികൾ എടുക്കേണ്ട കാര്യം പാർട്ടിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് കേരളത്തിലെ പൊതുജനത്തിന് കോൺഗ്രസ്സുകാർക്കും വ്യക്തമല്ല ഇയാളൊരു കുറ്റവാളിയാണെന്നുള്ളത് തെളിഞ്ഞതുള്ളവരും. ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അയാളുടെ ശബ്ദരേഖ അയാൾ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അയാൾ തിരിച്ചു വരുമോ ഇല്ലതിനേക്കാൾ ഉപരിയായിട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനൊരു MLA ഈ സ്ഥാനം തുടരേണ്ട ആവശ്യമുണ്ടോ? അത് തെറ്റാണ്. ആ ധാർമ്മികതയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഇയാളുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ വിചാരണ ചെയ്യപ്പെടും. അത് അവരുടെ വോട്ടവകാശത്തിലൂടെ ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ശരി, ഓഡിയോയിൽ രാഹുലിന്റെ മറുപടിയില്ല. അതേസമയം സഭയിൽ രാഹുൽ എത്തി. രാഹുലിന്റെ പ്ലാൻ എന്താണ് അടുത്ത കൗതുകരമായ കാര്യം? കോൺഗ്രസിൽ രാഹുലിന് പിന്തുണ ഏറുന്നുണ്ടോ? തലസ്ഥാനത്തെ പ്രതിഷേധം കണ്ടു, ഇനി പാലക്കാട്ടും പ്രതിഷേധം ഉണ്ടാകുമോ? VD സതീശനെ വെല്ലുവിളിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ, നിരവധി ചോദ്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരം ഇനി സഭയിലും പുറത്തും എങ്ങനെയാകും തുടങ്ങി ഇനി രാഹുലിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാകുമോ? അത്തരം പ്രതികരണങ്ങൾക്കുള്ള സാധ്യത എന്ന തരത്തിൽ തന്നെയാണ് അടച്ചാണ് എന്ന് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ തന്റെ ഭാഗം മാത്രം വിശദീകരിച്ചു പോയതും. നന്ദി ഇരുവർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്ത്.